എവിടൊക്കെ നീ ത്യജിക്കപ്പെട്ടോ, ത്യജിക്കപ്പെട്ട ഇടത്ത്, ത്യജിക്കപ്പെട്ടവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹമാക്കി മാറ്റും. നോക്കിക്കേ, യോസേഫിനെ സഹോദരങ്ങൾ ത്യജിച്ചു കളഞ്ഞു. ഇനി ഇവനെ നമ്മുടെ കൂട്ടത്തിൽ വേണ്ട, ഇനി ഇവനെ നമുക്ക് ഇല്ലാതാക്കി കളയാം അല്ലെ? എവിടെങ്കിലും കർത്താവായ യേശുവിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ട് എവിടെങ്കിലും ബന്ധുക്കളുടെ നടുവിലോ, സ്വന്തങ്ങളുടെ നടുവിലോ, സഹോദരങ്ങളുടെ നടുവിലോ നിങ്ങൾ ത്യജിക്കപ്പെട്ടെങ്കിൽ, ഒന്നുകൂടെ പറയാം, ത്യജിക്കപ്പെട്ടെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾ കയറുന്ന വഴിയാണത്. എവിടെ ത്യജിക്കപ്പെട്ടോ? ഇനി അടുത്ത ദൂത് പറയാം. ഈ ത്യജിക്കപ്പെട്ട യോസേഫ് ഇനി ഇവന് വേണ്ട എന്ന് പറഞ്ഞ സഹോദരങ്ങളും ദൂത് കേട്ടോണം, ഈ യോസേഫിന്റെ മുൻപിൽ വന്ന് നിൽക്കാൻ പോവുകയാണ്. വാഗ്ദത്തം നിവർത്തിയാകുമ്പോൾ, ദൈവം നിന്നെ വാഗ്ദത്തത്തിന്റെ നിവർത്തിയിലേക്ക് നടത്തുമ്പോൾ, യോസേഫേ, നിന്റെ സഹോദരങ്ങൾക്ക് നീ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. നീ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. ആർക്ക്? നിന്റെ സഹോദരങ്ങൾക്ക്. യോസേഫ് പറഞ്ഞു, നിങ്ങളല്ല എന്നെ ഈ മിസ്രൈമിലേക്ക് അയച്ചത്, ദൈവം എന്നെ അയച്ചതാണ്, നിങ്ങൾ വിറ്റ് കളഞ്ഞതല്ല. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞേ, ത്യജിക്കപ്പെട്ട സമയവും നല്ലതിനായിരുന്നു. ഈ വാഗ്ദത്തങ്ങളിലേക്ക് കയറാനുള്ള വഴിയാണ് ത്യജിക്കപ്പെടലിന്റെ വഴി. യേശു കർത്താവിനെ നോക്കിക്കേ. യേശു കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു, പക്ഷെ സ്വന്തമായവരോ യേശുവിനെ കൈക്കൊണ്ടില്ല, യേശുവിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരാനുള്ള ദൈവ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എവിടൊക്കെ നീ ത്യജിക്കപ്പെട്ടോ, ത്യജിക്കപ്പെട്ട ഇടത്ത്, ത്യജിക്കപ്പെട്ടവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹമാക്കി മാറ്റും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ത്യജിക്കപ്പെട്ട ഇടത്ത് ഉയർത്തുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ലഭിച്ചതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. അവയെ ത്യജിച്ച ഇടത്ത് ഉയർത്തുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്.